നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരള സ്റ്റേറ്റ് മിൽ സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാൽ കമിഴ്ത്തി പ്രതിഷേധിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PR സലിംകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ 106ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂട്ടറിൽ കൊണ്ടുനടന്ന മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത്. ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകളും കുഴികളും അപകടക്കിടയായി മാറുന്നു. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയത് കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ. വാർത്തകൾ വിശദമായി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. ഭരണത്തിന്റെ തണലിൽ CPM തീവെട്ടിക്കൊള്ളയാണ് നടത്തുന്നത്. പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് മറുവശത്ത് CPM നാടിനെ കൊള്ളയടിക്കുന്നത്. വൻകിട കയ്യേറ്റ മാഫിയ CPMന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നതെന്നും ഇപ്പോൾ പുറത്തുവന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. അത്യധികം ഗുരുതരമായ ആക്ഷേപവും ആരോപണവുമാണ് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വളരെ മോശമായ തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് വേണ്ടതായിട്ടുള്ളത്. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഭരണത്തിൻ്റെ തണലിൽ CPM തീവെട്ടിക്കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആക്ഷേപം എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് കുളം നിർമ്മിക്കാനോ വീട് നിർമ്മിക്കാനോ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ പാറ പൊട്ടിക്കാൻ പോലുമുള്ള അനുമതി കൊടുക്കുന്നില്ല. അവർക്ക് എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ നിഷേധിക്കുന്നു. മറുവശത്തെ തൽപര കക്ഷികൾ വലിയ തോതിൽ ഈ നാടിനെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു CPMന്റെ തണലിൽ. അപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളയാണ് CV വർഗീസിനെതിരെയുള്ള ആക്ഷേപമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് എന്ത് ന്യായീകരണം പറഞ്ഞാലും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നിലനിൽക്കുകയാണ്. ഇപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് നീതിപൂർവമുള്ള ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അക്കാര്യത്തിൽ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും CPM ഇന്ന് അഴിമതിയുടെ കരിനിഴലിലാണ്. ജില്ലയിലെ CPMന്റെ നേതൃത്വം അഴിമതി ആരോപണത്തിൻ്റെ പുകമറയിൽ നിൽക്കുന്നു. ഇത് സംബന്ധിച്ച് ഗൗരവമേറിയിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നതിനെ അതിൻ്റെതായ ഗൗരവത്തോടു കൂടി കാണാൻ സർക്കാരിന് കഴിയേണ്ടതാണ്. ജുഡീഷ്യൽ അന്വേഷണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ജില്ലയെ സമ്പൂർണമായ നിശ്ചലാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഈ കാരണം ഇപ്പോൾ വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് പാവപ്പെട്ടവനും സാധാരണക്കാരനും എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ, നിയമപരമായിട്ടുള്ള അവകാശങ്ങളാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ആ അവകാശങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ പേരിൽ നിഷേധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരും. ഇപ്പോൾ വൻകിട കയ്യേറ്റ മാഫിയ CPMന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പാവപ്പെട്ട ഏതെങ്കിലും കുടിയേറ്റ കർഷകൻ വീട് വെച്ചാൽ അവിടെ 5 സെന്റോ 10 സെന്റോ ഭൂമി ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നീതി നിഷേധിക്കാനുള്ള അവസരമാക്കി കയ്യേറ്റക്കാരെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ പോകുന്നത് പലപ്പോഴും നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാർക്ക് അവകാശപ്പെട്ടത് ലഭ്യമാക്കേണ്ടതായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഈ നാടിനെ മുഴുവൻ കൊള്ളയടിക്കാൻ വേണ്ടിയതായ അവസരമൊരുക്കിയതാണ് CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ആക്ഷേപം ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളതിന് അടിസ്ഥാനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതെല്ലാം മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. യഥാർത്ഥത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഇതിൽ യഥാർത്ഥ പ്രതികളായിട്ടുള്ള CPMന്റെ ഉന്നത നേതാക്കന്മാർ, വർഗീസ് മാത്രമല്ല ധാരാളം നേതാക്കന്മാർ ഇത്തരത്തിലുള്ള ഭൂമി കൊള്ളയുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. പാറക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപത്തിൽ പ്രതിസ്ഥാനത്താണ് എന്നുള്ളത് ബോധ്യപ്പെടുമെന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഉണ്ടായ ആക്ഷേപം ചെറുതല്ല. CPM ഇക്കാര്യത്തിൽ ഉണ്ടായ അഴിമതിയുടെ കരിനിഴലിലാണ്, അഴിമതിയുടെ പുകമറയിലാണ് നിൽക്കുന്നത്. വളരെ വ്യക്തമായ ഒരു അന്വേഷണം, നീതിപൂർവമായ അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു.
കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാൽ കമിഴ്ത്തി പ്രതിഷേധിച്ചു. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PR സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KP ബേബി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. പാൽ വില വർദ്ധിപ്പിക്കുക, മിൽക്ക് ഇൻസെന്റീവ് വരുമാന സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക, ജീവനക്കാരുടെ ശമ്പള വർധനവ്, പെൻഷൻ അപാകത തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് മിൽക്ക് സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ ചേർന്ന് പാൽ കമിഴ്ത്തിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PR സലീംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പാലിന്റെ വില വർധനവ് മാത്രമല്ല, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി ഏർപ്പെടുത്തണം. കാലിത്തീറ്റയുടെ ഗുണനിലവാര പരിശോധനയിൽ ഉണ്ടായിട്ടുള്ള ആ നിയന്ത്രണം പിൻവലിക്കണം. ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ വളരെയേറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് ക്ഷീര കർഷകരിൽ നിന്നും അവരുടെ ഇൻസെന്റീവ് വാങ്ങണമെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം അതൊഴിവാക്കിയേ പറ്റും. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല അത് എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം. ജില്ലാ പ്രസിഡന്റ് KP ബേബി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MR അനിൽകുമാർ, സോണി ചൊല്ലാമടം, ജോസ്കുട്ടി അരിപ്പറമ്പിൽ, പോൾ മാത്യു, ജോൺസൺ, സജു കരക്കുന്നേൽ, ജോണി വണ്ണപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ 106ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി മുഖ്യപ്രഭാഷണം നടത്തി. കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ 106ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഓരോ വാർഷിക വേളയിൽ നിന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു തിരിഞ്ഞുനോട്ടമാണ്. കഴിഞ്ഞ കാലത്ത് ഒരു വിലയിരുത്തലാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൂടുതൽ മികവോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു ഘട്ടം കൂടിയാണ് ഈ വാർഷിക വേളയിലുള്ളത്. അപ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, ഞാനിവിടെ 2016 കോതമംഗലം MLA ആയി വരാൻ നിങ്ങളെനിക്ക് അവസരം നൽകിയത്. ഏതാണ്ട് 9 വർഷക്കാലം പൂർത്തിയാവുകയാണ്. ഈ 9 വർഷക്കാലവും നമ്മൾ പ്രധാനമായി ശ്രദ്ധിച്ചത് കോതമംഗലത്ത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കൈറ്റ് വിദ്യാഭ്യാസ പദ്ധതി. ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, കേരളത്തിൽ ആദ്യമായിട്ടാണ് പ്രീ സ്കൂളുകൾ ഉൾപ്പെടെ ഹൈടെക്കായി മാറിയിട്ടുള്ള മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ വളരെ അഭിമാനത്തോടുകൂടി എനിക്ക് പറയാൻ കഴിയുന്നത് കോതമംഗലമാണെന്നുള്ളത്. ഹൈടെക് സംവിധാനത്തിലേക്ക് മാറി എന്ന് മാത്രമല്ല, ഇപ്പോൾ നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ ബഹുദിന മന്ദിരങ്ങളാൽ ഹൈടെക് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിന്റെ വലിയ തോതിലുള്ള വികസനം നമുക്ക് സാധ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പാരപ്പട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി മുഖ്യപ്രഭാഷണം നടത്തി. വാരപ്പട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM സെയ്ദ്, മെമ്പർമാരായ ബേസിൽ യോഹനാൻ, PP കുട്ടൻ, ഷജി ബെസി, കോഴിപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ഹാൻസി പോൾ, സ്കൂൾ ഹെഡ്മാസ്റ്റർ PV സണ്ണി, PTA പ്രസിഡന്റ് NK ഷിയാസ്, മുൻ ഹെഡ്മാസ്റ്റർമാരായ ഫ്രാൻസിസ് J പുന്നോലിൽ, TS ഷൈല, ലിൻസി ജിൻസ്, ബിജു ജോർജ്, NV ബിനോയ്, TG സജീവ്, അധ്യാപകരായ ശ്രുതി KN, അമ്പിളി N, ജെൻ സഖാദർ, അൽഫോൺസ CT, സിനിമോൾ KK, SK ലൈല, ശ്രീകല MH, കൊച്ചുറാണി രശ്മി, രേഖ, PTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. പൊതുയോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സ്കൂട്ടറിൽ കൊണ്ടുനടന്ന മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത്. ഉടുമ്പൻചോല ചെരുവിൽ പുത്തൻ വീട്ടിൽ മോഹനാണ് പിടിയിലായത്. ബീവറേജിൽ നിന്നും വലിയ അളവിൽ മദ്യം വാങ്ങി 150 മില്ലി കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി. സമാനമായ രീതിയിൽ മദ്യവിൽപ്പന നടത്തുന്ന നിരവധി പേർ മേഖലയിലുണ്ടെന്നാണ് വിവരം. ഉടുമ്പൻചോലയിലെ തോട്ടം മേഖലയിൽ വ്യാപകമായി അനധികൃത മദ്യവിൽപ്പന നടക്കുന്നതായുള്ള വിവരത്തെ തുടർന്നാണ് പോലീസ് പരിശോധന നടത്തിയത്. വാഹനങ്ങളിൽ മദ്യം ചില്ലറ വിൽപ്പന നടത്തുന്നതായി മുൻപ് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഉടുമ്പൻചോല വട്ടക്കണ്ണിപ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പോലീസിനെ കണ്ട ചിലർ ഓടി ഏലത്തോട്ടത്തിൽ കയറി. ഇതിന് പിന്നാലെ മോഹനൻ വാഹനം ഉപേക്ഷിച്ച് കടക്കുവാനും ശ്രമിച്ചു. ഉടുമ്പൻചോല SI സുനിലും സംഘവും മോഹനെ പിടികൂടി വാഹനം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മദ്യം നിറച്ച നിരവധി കുപ്പികൾ കണ്ടെത്തിയത്. ഓടി രക്ഷപ്പെട്ടവർ മദ്യം വാങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്ന് മോഹനൻ സമ്മതിച്ചു. ബിവറേജിൽ നിന്നും വലിയ അളവിൽ മദ്യം വാങ്ങി 150 മില്ലി കുപ്പികളിൽ നിറച്ച് വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ രീതി. സമാനമായ രീതിയിൽ മദ്യവിൽപ്പന നടത്തുന്ന നിരവധി പേർ മേഖലയിലുണ്ടെന്നാണ് വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SI PK വിനോദ്, ബിജു ഇമ്മാനുവൽ, ഷാജി, അഭിലാഷ്,
ബിനുമോൻ, അഖിൽ സി, ജോമോൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകളും കുഴികളും അപകടക്കിടയായി മാറുന്നു. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയത് കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ. റോഡിൽ അശ്രദ്ധമായി നിക്ഷേപിച്ച ഹോസിൽ കയറിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത്. ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു. അശ്രദ്ധമായി റോഡിൽ നിക്ഷേപിക്കുന്ന ഹോസുകളും ഇവ സ്ഥാപിക്കുന്നതിനായി തീർത്തിരിക്കുന്ന കുഴികളുമാണ് അപകടക്കെണിയായി മാറുന്നത്. ഹോസുകൾ സ്ഥാപിക്കാനായി സ്ഥാപിച്ച ഓടകൾ മൂടുവാനുള്ള കാലതാമസവും റോഡരികിൽ വലിച്ചിട്ടിരിക്കുന്ന ഹോസുകളുമാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയത് റോഡിൽ വലിച്ചിട്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ ഹോസാണ്. വീതി കുറഞ്ഞ പഞ്ചായത്ത് റോഡിൽ കിടന്ന ഹോസിൽ വാഹനം കയറുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട താഴ്ചയിലേക്ക് മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടിൽക്കൂടെ മുഴുവൻ കൊണ്ടുവന്ന് പൈപ്പിടുകയും പൈപ്പിടുന്നതിലുപരി അവർ റോഡിൻ്റെ സൈഡുകളെല്ലാം മാന്തി ഇട്ടുകൊണ്ട് ഈ പൈപ്പ് ഇട്ടതിന് ശേഷം തിരിച്ച് മണ്ണിട്ടാൽ അത് ശരിക്കും ഉറപ്പിക്കാതെ പോവുകയും അതിൻ്റെ മേളിൽ സമയത്ത് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പല ആളുകൾക്കും പല ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചൊരു പരാതി പറഞ്ഞു. അവരുടെ വീട്ടിലോട്ടുള്ള റോഡ് മാന്തിയിട്ടേക്കുന്നതിൻ്റെ പേരിൽ വണ്ടി കയറുന്നില്ല. അവിടെ ഗർഭിണിയായിരിക്കുന്ന ഒരാളെ ആശുപത്രി കൊണ്ടുപോകേണ്ട അവസ്ഥ, അവരുടെ വണ്ടി മുറ്റത്ത് കിടന്നിട്ട് വേറെ വണ്ടി വിളിച്ചു പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. അതുപോലെ വൈസൈഡിൽ കൂടെ മുഴുവൻ ഇത് വെട്ടിത്താപ്പ് മാറ്റിയിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മൊത്തം പൊടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നലെ രാത്രിയിൽ പന്നിയാർകുട്ടിയിൽ ഒരു വാഹനാപകടം ഉണ്ടായി. ആ വാഹനാപകടം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ആ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കവും നല്ല താഴ്ചയുള്ള വഴിയുടെ സൈഡിൽ കൊണ്ടുപോയി ജലമിഷൻകാർ പൈപ്പ് ഇറക്കിയിട്ടു. ഇത് യാദൃശ്യമായിട്ട് വന്ന വണ്ടിക്കാരൻ കാണാതെ വന്നതിൻ്റെ പേരിൽ ആ പൈപ്പിലോട്ട് ടയർ കയറി തെന്നി മാറിയാണ് ഇന്നലെ അത്രയും വലിയ ദുരന്തം ഈ രാജാക്കാട് പഞ്ചായത്തിൽ ഉണ്ടായത്. അപ്പോൾ ജലജീവൻ മിഷൻകാർ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുടിവെള്ള പദ്ധതി ആവശ്യമാണ്, അതിനെതിരല്ല ഒരിക്കലും. പക്ഷേ അതിൻ്റെ പണികൾ ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് ഒരു ബാധ്യമാകാത്ത രീതിയിലും ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഒരു പൊതുപ്രവർത്തനത്തിൽ എനിക്ക് പറയാനുള്ളത്. കുടിവെള്ള പദ്ധതിയുടെ അശാസ്ത്രീയ നിർമ്മാണവും കാലതാമസവുമാണ് ജില്ലയിലെ മിക്ക അപകടങ്ങൾക്കും കാരണം. കോതമംഗലം രൂപതയിലെ മികച്ച പ്രധാന അധ്യാപക അവാർഡ് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യുവിന്. കോതമംഗലം കോർപ്പറേറ്റ് ഏജൻസിയിലെ 97 വിദ്യാലയങ്ങളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. സജി മാത്യുവിനെ കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ എന്നിവർ ചേർന്ന് അഭിനന്ദിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു മഞ്ഞക്കടമ്പിൽ കോതമംഗലം രൂപത വിദ്യാലയങ്ങളിലെ മികച്ച പ്രധാന അധ്യാപകനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. 2024-25 വർഷത്തിൽ കോതമംഗലം കോർപ്പറേറ്റ് ഏജൻസിയിലെ 97 വിദ്യാലയങ്ങളിലെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കോതമംഗലം രൂപതയിലെയും ഇടുക്കി ജില്ലയിലെയും ഏറ്റവും മികച്ച വിജയങ്ങൾ നേടിയ കരിമണ്ണൂർ സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന നിലയിലാണ് സജി മാത്യു ഈ പുരസ്കാരത്തിന് അർഹനായത്. 2007 അധ്യാപകനായി കരിമണ്ണൂർ സ്കൂളിലെത്തിയ സജി മാത്യു 2020 കരിമണ്ണൂർ സ്കൂളിലെ പ്രധാന അധ്യാപകനായത്. വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം, SSLC പരീക്ഷയിൽ 100% വിജയത്തോടൊപ്പം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഫുൾ A+, കലാകായിക മത്സരങ്ങളിലെയും ശാസ്ത്രോത്സവത്തിലെയും മികച്ച വിജയം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കാരണമാണ് പുരസ്കാരം ലഭിച്ചത്. ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങൾ ബാക്കി എല്ലാ സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഒരു മികച്ച പ്രധാന അധ്യാപകനുള്ള പുരസ്കാരം നേടിയ സജി മാത്യുവിനെ കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ, രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ എന്നിവർ അഭിനന്ദിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ മികച്ച ഹെഡ്മാസ്റ്ററിനുള്ള പുരസ്കാരം നേടിയ സജി മാത്യു മഞ്ഞക്കടമ്പലിനെ സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ്, PTA പ്രസിഡന്റ് ജോസൻ ജോൺ, MPTA പ്രസിഡന്റ് ജോസ്മി സോജൻ, സീനിയർ ടീച്ചർ മിനി എ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ജി സെം അലക്സ്, PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ എന്നിവർ ചേർന്ന് സ്കൂളിൽ അനുമോദനങ്ങളോടെ സ്വീകരിച്ചു. തീർച്ചയായിട്ടും ഇത് നമ്മുടെ സ്കൂളിന് ലഭിച്ച അംഗീകാരം തന്നെയാണ്. മികച്ച ഹെഡ്മാസ്റ്ററുടെ സ്കൂൾ മികച്ച സ്കൂൾ തന്നെയാണ്. അതായത് യാതൊരു തരത്തിലുള്ള തത്വവും 5 വർഷമായി പൈസകളോട് വന്നിട്ട് അവർ ഓടി നടന്നിട്ട് മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ എപ്പോഴും ഒരു സ്കൂൾ മുമ്പോട്ട് പോകണമെങ്കിൽ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അക്കാദമികമായിട്ട് ഒട്ടും കൊണ്ടുവരാനും പാടില്ല. അങ്ങനെ പാഠ്യേതര രംഗത്ത് ഒട്ടേറെ മുന്നേറ്റം കരിമണ്ണൂർ സ്കൂൾ അതിൻ്റേതായിട്ടുള്ള ഒരു ബേസ് നമ്മുടെ പൂർവ്വികർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്
തമ്പുരാൻ താലന്ത് തന്നപ്പോൾ അത് വർദ്ധിപ്പിക്കാനാണ് ഓരോ ഘട്ടത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ ഏൽപ്പിച്ച താലന്ത് അത് ഇരട്ടിയാക്കി 10 കിട്ടിയ ആ താലന്ത് കിട്ടിയ മനുഷ്യനെ പോലെ അങ്ങനെ തനിക്ക് കിട്ടിയ താലന്ത് അത് ഇരട്ടിയാക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ കുടുംബസംഗമം നടത്തി. തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാര പ്രമുഖനായ കരയോഗാംഗം EAP വേണുവിനെ യോഗത്തിൽ ആദരിച്ചു. പൊതുയോഗത്തിന് ശേഷം അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മണക്കാട് കിഴക്കുംഭാഗം NSS കരയോഗത്തിന്റെ കുടുംബസംഗമം സുദർശനം സ്കൂൾ ഹാളിൽ നടന്നു. പൊതുസമ്മേളനം തൊടുപുഴ താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഞാൻ ആദ്യം നായരും പിന്നീട് ഹിന്ദുവും മൂന്നാമത് ഞാൻ ഈ രാഷ്ട്രത്തിലെ പൗരനുമാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. സ്വസമുദായത്തെ സ്നേഹിക്കുകയും ആ സമുദായ പ്രവർത്തനത്തിലൂടെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും ഇതര സമുദായങ്ങൾക്ക് വേണ്ടിയും അവരുടെ പുരോഗതിക്ക് വേണ്ടിയും പ്രവർത്തിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ശ്രീ മന്നത്താചാര്യനാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന മന്നത്താചാര്യനെ ഇന്ന് തമസ്കരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെല്ലാം നമുക്കറിയാം. വ്യാപാര പ്രമുഖനായ കരയോഗം EAP വേണുവിനെ യോഗത്തിൽ ആദരിച്ചു. മരണമടഞ്ഞ കരയോഗം അംഗങ്ങളായ വട്ടത്തട്ടയിൽ B തുളസിദേവി, നെല്ലിക്കാവിൽ രുക്മിണിയമ്മ എന്നിവരുടെ ഛായാചിത്രങ്ങൾ കരയോഗം ഹാളിൽ അനാച്ഛാദനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് KP ചന്ദ്രഹാസൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VN ചന്ദ്രശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി SN ശ്രീകാന്ത്, താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധു രാജീവ്, താലൂക്ക് വനിതാ യൂണിയൻ സെക്രട്ടറി പ്രസിദ്ധ സോമൻ, വനിതാ സമാജം പ്രസിഡന്റ് VP സരോജിനി, ബാലസമാജം പ്രസിഡന്റ് അഭിനവ് അനിൽ, ഇലക്ട്രൽ മെമ്പർ ബാബു പരമേശ്വരൻ, മുൻ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ നായർ, മുനിസിപ്പൽ കൗൺസിലർമാരായ ബിന്ദു പത്മകുമാർ, പ്രൊഫസർ ജെസി ആന്റണി, നീനു പ്രശാന്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് PP സോമശേഖരൻ നായർ നന്ദി പറഞ്ഞു. പൊതുയോഗത്തിന് ശേഷം കരയോഗം അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, മണക്കാട്. ഇംഗ്ലീഷ് മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഇൻസുലിൻ 25% ഡിസ്കൗണ്ടിൽ ലഭ്യമാക്കിക്കൊണ്ട് ഫാർമാഡ്യൂട്ട് ഫാർമസി കരിമണ്ണൂർ വരിക്കാശ്ശേരി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2000 രൂപയിൽ കൂടുതൽ മരുന്ന് വാങ്ങിക്കുന്നവർക്ക് ഷുഗർ പരിശോധിക്കുന്ന മെഷീൻ സൗജന്യമായി ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് വിശ്വസ്തത കൊണ്ടും ഗുണമേന്മ കൊണ്ടും ശ്രദ്ധേയമായ ഫാർമഡ്യൂട്ട് ഫാർമസിയുടെ 12ാമത് ഔട്ട്ലെറ്റ് കരിമണ്ണൂർ വരിക്കാശ്ശേരി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇംഗ്ലീഷ് മരുന്നുകൾ 15% മുതൽ 50% വരെ വിലക്കുറവിലും ഇൻസുലിൻ 25% ഡിസ്കൗണ്ടിലും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 2000 രൂപയിൽ കൂടുതൽ മരുന്ന് വാങ്ങിക്കുന്നവർക്ക് ഷുഗർ പരിശോധിക്കുന്ന മെഷീൻ സൗജന്യമായി ലഭിക്കും. ഇംഗ്ലീഷ് മരുന്നുകൾ, കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ, വെറ്റിനറി മരുന്നുകൾ, സർജിക്കൽ ഉൽപ്പന്നങ്ങൾ, വെൽനസ് ഉൽപ്പന്നങ്ങൾ, ഓർത്തോപീഡിക് ഐറ്റംസ് എന്നിവ സ്ഥാപനത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞ വിലയിലും മികച്ച ഗുണമേന്മയിലും ഇവിടെ നിന്നും ലഭ്യമാണ്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. മെഡിസിൻ ആവശ്യമായി വരുന്ന ഏതൊരു സാധാരണക്കാരനും കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായി ഫാർമാഡൂടെ നമ്മുടെ സംസ്ഥാനത്തുടനീളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നിലയിലും കരിമണ്ണൂരുകാർക്ക് അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട കാര്യമാണ്. കരിമണ്ണൂരിൽ ഇത്രയും നല്ല സൗകര്യത്തിൽ തന്നെ ഈ മെഡിക്കൽ സ്റ്റോർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇതിൽ സന്നിധനാകാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഇന്ന് ഫാർമാഡൂടെ ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രിയപ്പെട്ട ലിജോയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ആ ഒരു തലത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി. ജയ്. ആദ്യ വിൽപ്പന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിച്ചു.
ഫാർമാഡ്യൂഡ് എന്ന സ്ഥാപനം 12ാമത് ബ്രാഞ്ചാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇത് സത്യത്തിൽ ഒരു സേവന കേന്ദ്രമാണ്. ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. ഈ മേഖലയിൽ വലിയ കൊള്ള നടന്ന് നമ്മുടെ എല്ലാം പണത്തിൻ്റെ ഒരു നല്ല ശതമാനം ഊറ്റിക്കൊണ്ട് പോകുമ്പോൾ വലിയ തോതിൽ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് ഒരു സേവന മേഖലയായിട്ട് കൂടിയാണ് ഈ സംരംഭം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സംരംഭത്തിന് എല്ലാവിധമായ വിജയാശംസകളും ഒരുപാട് മനുഷ്യന്മാർക്ക് ഇതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.സി. രാജു തരണിയിൽ, കരിമണ്ണൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി.ജെ. ചെറിയൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമുൽ ഷാജി എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫാർമാഡ്യൂ 12ാമത്തെ ശാഖയാണ് കരിമണ്ണൂർ. തൊടുപുഴ തന്നെ ഞങ്ങൾ ഏറ്റവും വില കുറച്ച് ഏറ്റവും നല്ല രീതിയിൽ മരുന്ന് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. കരിമണ്ണൂർ വന്നതിൽ ഞങ്ങൾക്ക് മതിയായ സന്തോഷമുണ്ട്. കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഫാർമാഡ്യൂയുടെ സ്ഥാപനം നമ്മുടെ കരിമണ്ണൂരിലും ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പം ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വളരെയധികം വില കുറച്ച് മരുന്നുകൾ ലഭിക്കുന്നതാണ്. തീർച്ചയായും ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടന സമയത്തും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് ശ്രീധരന് സ്വീകരണം നൽകി. വാഴത്തോപ്പ് പാപ്പൻസ് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി M.M. മണി ഉദ്ഘാടനം ചെയ്തു. 1965 മുതൽ ഇലക്ട്രിസിറ്റി രംഗത്തെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന സംഘടനയാണ് KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് ശ്രീധരനാണ് സ്വീകരണം നൽകിയത്. വാഴത്തോപ്പ് പാപ്പൻസ് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി M.M. മണി സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിന് മന്ത്രിയാക്കി. എനിക്ക് വൈദ്യുതി വകുപ്പ് തന്നെ തോന്നി. അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തത്. എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഉപദ്രവിച്ചിട്ടില്ല, അതോടൊപ്പം എന്നും നിങ്ങളുടെ സംഘടനയെ നോക്കി തന്നെ ഞാൻ പ്രവർത്തിക്കും. അതിനൊരു ബാധ്യത എനിക്കുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ സംഘടനയോടുള്ള ബാധ്യതയല്ല, എനിക്ക് വേറെ നയിക്കുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, അതിനോടുള്ള ബാധ്യതയുണ്ട്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. വയസ്സിപ്പം 80 ആയെങ്കിലും നാളെ ആണെങ്കിലും ചെയ്തിരിക്കും. അതെൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ബോധമാണ്. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി. വിവിധ ഡിവിഷനിൽ നിന്നുള്ള KSEB വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നൽകി. ആശംസയറിയിച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുബീഷ് PS,
KGOA ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ്, NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മഹേഷ് CS, TC രാജശേഖരൻ നായർ, മോഹൻ വാഴൂർ, സുരേഷ് PS, EK ചന്ദ്രൻ, ആതിര P എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ മറുപടി പ്രസംഗം നടത്തി. നിരവധി KSEB വർക്കേഴ്സ് അസോസിയേഷൻ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സർക്കാരിലേത് കൊള്ളക്കാരെന്ന മുദ്രാവാക്യം ഉയർത്തി കോതമംഗലത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇരമല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA ബഷീർ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പങ്കെടുത്തു. ജനങ്ങളെ ദ്രോഹിക്കുന്ന പിണറായി സർക്കാരിനെതിരെ കേരളത്തിലുടനീളം ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. സർക്കാരിൽ ഇത് കൊള്ളക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തി കോതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇരമല്ലൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PA ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലഭിക്കേണ്ട ആനുകൂല്യമാണ്. അത് കൊടുക്കുമ്പോൾ പോലും ഇവിടെ തെറ്റായി രൂപീകരിച്ച ഈ താരിഫിനെ ഏകീകരിക്കുമ്പോൾ പോലും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും അതോടൊപ്പം തന്നെ ഗവൺമെന്റും സ്വീകരിക്കുന്നത്. ഇവിടെ ഒട്ടേറെ വിഷയങ്ങൾ സൂചിപ്പിക്കാൻ. ഇവിടെ ഈ സംസ്ഥാനത്ത് മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം ലഭിക്കുന്ന തരത്തിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നമ്മുടെ എല്ലാം പ്രദേശങ്ങളിൽ നിരവധി വീട്ടമ്മമാർ ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെ മുന്നിൽ വന്ന് ഞങ്ങളുടെ മകൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് വീട്ടിലെ കലഹങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. നിരവധിയായ വീട്ടമ്മമാർ മാതാപിതാക്കളെ കൊല്ലുന്ന സ്ഥിതി ഉണ്ടായി. ഇവിടെ അടുത്ത നാളുകളിൽ പത്രമാധ്യമങ്ങളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. ഈ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട് മാതാപിതാക്കളെ അറുംകൊല ചെയ്യുന്ന മക്കൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ അടക്കം നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിൽ ഇവിടെ ഗുരുവിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. പാലക്കാട് ജില്ലയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഒരു ജില്ല. തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്ന് പോലും ഭൂനികുതിയിൽ 50% വർധനവ് ഏർപ്പെടുത്തിയത് സാധാരണക്കാർക്കും കർഷകർക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി ജനങ്ങളുടെ മേൽ നികുതി ഭാരം ചുമത്തുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഭൂനികുതി, വൈദ്യുതി നിരക്ക്, വെള്ളക്കരം, കെട്ടിട നികുതി എന്നിവയെല്ലാം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ദ്രോഹിക്കുന്ന പിണറായി സർക്കാരിനെതിരെ കേരളത്തിലുടനീളം ശക്തമായ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ധൂർത്തും സ്വജനപക്ഷപാതവും അഴിമതിയും മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് ഈടാക്കുന്നതിനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് സർക്കാരിനോട് കോൺഗ്രസ് സമരത്തിലൂടെ ആവശ്യപ്പെടുകയാണ്. ചെറുവട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ വട്ടേക്കാടൻ അധ്യക്ഷനായ സമരപരിപാടിയിൽ നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിൽ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പരീത് പട്ടമാവുടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ, ബ്ലോക്ക് ഭാരവാഹികളായ വിനോദ് K മേനോൻ, VM സത്താർ, ഷൌക്കത്ത് പൂതയിൽ, അനിൽ രാമൻ നായർ, TP ഷിയാസ്, പഞ്ചായത്ത് മെമ്പർ വൃന്ദ മനോജ് എന്നിവർ സംസാരിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് നവാസ് ചെക്കുംതാഴം, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ പരീത് കാവാഡ്, NM അസീസ്, നസീർ ഖാദർ, KP കുഞ്ഞ്, MM അബ്ദുൽ സലാം, ഷക്കീർ പാണാട്ടിൽ, സലീം പേപ്പതി, ഷിയാസ് കൊട്ടാരം, കാസിം പാണാട്ടിൽ, MK അർജുനൻ, അസീസ് പാറപ്പാട്ട്, നൌഫൽ കാപ്പുചാലി, KP ചന്ദ്രൻ, നാരായണൻ മേത്തല, നാസർ ചെക്കുംതാഴം, KSSPA നേതാക്കളായ KP അഷ്റഫ്, വിജയൻ നായർ, മീരാൻ അരീക്കൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കോതമംഗലം മതമൈത്രിയുടെ സ്നേഹദൂതിന് യാത്രയപ്പും മതമൈത്രി സംരക്ഷണ സമിതി വാർഷികവും നടത്തി. ചടങ്ങിൽ കോതമംഗലം MLA ആന്റണി ജോൺ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ മന്ത്രി TU കുരുവിള അധ്യക്ഷത വഹിച്ചു. കോതമംഗലം മാർത്തോമ ചെറിയപള്ളി മുൻ വികാരി ജോസ് പരുത്തുവയലിന് യാത്രയപ്പ് നൽകി. കോതമംഗലം മതമൈത്രി സമിതിയുടെ 6ാം വാർഷികവും കോതമംഗലം മാർത്തോമ ചെറിയപള്ളി മുൻ വികാരി ജോർജ് പരത്തുവയലിൽ അച്ഛന്റെ യാത്രയപ്പും നടത്തി. കോതമംഗലം ചെറിയപള്ളി സെന്റ് തോമസ് ഹാളിൽ നടന്ന ചടങ്ങിൽ കോതമംഗലത്തെ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, മത നേതാക്കൾ പങ്കെടുത്തു. ചടങ്ങിൽ കോതമംഗലം MLA ആന്റണി ജോൺ മുഖ്യാതിഥിയായി. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടമാണ് അച്ഛൻ വന്ന 2018 മുതലുള്ള ഒരു കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയുടെ എല്ലാ കാലത്തെ ചരിത്രത്തിലും എന്നും ഓർത്തു വയ്ക്കുന്ന ഒരു പേരായിരിക്കും ഫാദർ ജോസ് പരുത്തുവയൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല. ഇവിടെ നിരവധിയായി ഇപ്പോൾ അത് സൂചിപ്പിച്ചു ഒരു മികച്ച സംഘാടകൻ. അത് ഇപ്പം ഇതുപോലൊരു മതമൈത്രി സംരക്ഷണ സമിതി എന്നുള്ളൊരു ആശയം പോലും വലിയ പ്രതിസന്ധിയാണ്. ഒരുപക്ഷെ നാളെ രാവിലെ പള്ളി ഇത് കൈവിട്ടു പോകുമെന്നുള്ള നിലയിൽ നിരവധി പ്രാവശ്യം, ഒന്നല്ല നിരവധി തവണ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പൊതുസമൂഹം പോലും എത്തിയതാണ്. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ്
എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുക. അതാണ് ചെറിയ പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിശാലമായ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശവും അത് തന്നെയാണ്. നാനാജാതി മതസ്ഥരുടെ ആശ്രയവും അഭയ കേന്ദ്രവുമാണ് കോതമംഗലം ചെറിയ പള്ളി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. മുൻ മന്ത്രി TU കുരുവിള അധ്യക്ഷത വഹിച്ചു. മതമൈത്രി സംരക്ഷണ സമിതി ജനറൽ കൺവീനർ KA നൌഷാദ് സ്വാഗതവും മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ AG ജോർജ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കോതമംഗലം മാർത്തോമ ചെറിയപള്ളി മുൻ വികാരി ജോസ് പരത്തുവയലിനെ കോതമംഗലം MLA യാത്രയയപ്പ് നൽകി. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ ചരിത്രത്തിൽ എന്നും വിസ്മരിക്കപ്പെടാത്ത പേരായിരിക്കും ഫാദർ ജോസ് പരത്തുവയലിൽ എന്നും മതമൈത്രിയുടെ സ്നേഹപ്രചാരകനായിരുന്നു അദ്ദേഹമെന്നും MLA ആന്റണി ജോൺ അഭിപ്രായപ്പെട്ടു. സ്തുത്യർഹമായ 7 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഫാദർ ജോസ് പരത്തുവയലിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നിന്ന് യാത്രയാവുന്നത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. മോഹൻലാലിന്റെ കടുത്ത ആരാധകയായ ഏലിക്കുട്ടി അമ്മച്ചിയെ ഓർമ്മയിലെ സിനിമ ചിത്രീകരണത്തിനിടെ മോഹൻലാൽ അമ്മച്ചിയെ ചേർത്ത് പിടിച്ച് നടന്നുവരുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. എന്നാൽ മോഹൻലാൽ നായകനാകുന്ന തുടരും ചിത്രത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതോടെയാണ് അമ്മച്ചി സിനിമയിൽ അഭിനയിച്ച വിവരം എല്ലാവരും അറിയുന്നത്. ചിത്രം റിലീസ് ചെയ്തതും കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ ഈ കടുത്ത ആരാധകയും കുടുംബവും. തൊടുപുഴ ഈസ്റ്റ് കല്ലൂർ സ്വദേശി ഏലിക്കുട്ടി അമ്മച്ചിയാണ് ഇപ്പോൾ നാട്ടിലെ താരം. മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ ഏലിക്കുട്ടി അമ്മച്ചിയെ സിനിമാ ചിത്രീകരണത്തിനിടെ മോഹൻലാൽ ചേർത്ത് പിടിച്ച് കുശലം പറഞ്ഞ് നടന്നു വരുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ ഷൂട്ടിംഗ് ഇന്നല്ല എന്താ ഞങ്ങളെ പറഞ്ഞയക്കാൻ ധൃതിയായോ? ഇത്ര നല്ല സ്ഥലത്ത് വന്ന എനിക്ക് എന്തൊക്കെ തരാന്ന് പറഞ്ഞ് എനിക്ക് താറാവ് മുട്ടയൊക്കെ തെറ്റിന് അയക്കാന്ന് പറഞ്ഞാൽ എവിടെ വീട്? ശരി, അപ്പൊ കാണാം. സന്തോഷം. ഓക്കെ, ബൈ. കൊട എടുത്ത് ശരി. മോഹൻലാലിനെ കാണാൻ മുൻപ് പലതവണ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. അങ്ങനെയിരിക്കെയാണ് വീടിന് സമീപം ഷൂട്ടിംഗ് നടക്കുന്നു എന്ന വിവരം അറിയുന്നത്. ലൊക്കേഷനിൽ പോയപ്പോൾ മോഹൻലാലുമായി ഒരുപാട് സംസാരിച്ച് ചക്ക മുറിച്ചു കൊടുത്തു എന്നൊക്കെ അമ്മച്ചി പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും സിനിമയിൽ ഉൾപ്പെടുത്തിയ വിവരം അമ്മച്ചി അറിഞ്ഞില്ല. മോഹൻലാലിനെ പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടം. ഒന്ന് കാണണമെന്ന് എനിക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു. പടത്തിൽ കണ്ടാൽ പോരല്ലോ, അപ്പം നമുക്ക് നേരിട്ട് കണ്ടേ. നേരിട്ട് ഇത്രയും വലിയ മനുഷ്യൻ നേരിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് കാണാൻ പറ്റുമെന്ന് അറിയാൻ ഞാൻ പോയില്ല, ചെന്നതാ കണ്ടു. എന്നാൽ മോഹൻലാൽ നായകനാകുന്ന തുടരും എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതോടെയാണ് അമ്മച്ചി സിനിമയിൽ അഭിനയിച്ച വിവരം എല്ലാവരും അറിയുന്നത്. പണ്ട് മുതലേ മോഹൻലാലിന്റെ കടുത്ത ആരാധികയായ അമ്മച്ചിക്ക് സ്വന്തം മക്കളെക്കാളും ഇഷ്ടം മോഹൻലാലിനെ ആണെന്ന് കുടുംബാംഗങ്ങളും പറയുന്നു. ഇത് എൻ്റെ അമ്മച്ചിയാണ്. അമ്മച്ചിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു മോഹൻലാലിനെ ഒന്ന് കാണണമെന്ന്. നേരത്തെ തൊട്ട് ഒത്തിരി നാൾ മുമ്പ് തൊട്ടുള്ള ആഗ്രഹം. ഒരു ദിവസം ഒരു ചേട്ടൻ ഇതിലൂടെ പോയപ്പോൾ മോഹൻലാലിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഒന്ന് പോയി നോക്കാം, അമ്മച്ചിക്ക് ആഗ്രഹമല്ലേ കാണണമെന്ന്, എങ്ങനെയെങ്കിലും കാണാൻ പറ്റും, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആരെയും കയറ്റി വിടണില്ലായിരുന്നു. പക്ഷെ അമ്മച്ചി ചെന്നപ്പോൾ അവർ കയറി പൊക്കോളാൻ പറഞ്ഞു. അവിടെ കയറി ചെന്നു. ലാലേട്ടന് ഒത്തിരി ഇഷ്ടമായി. പിന്നെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയും വർത്താനം പറയുകയും ഷൂട്ടിങ്ങിലൊക്കെ ഓരോന്നിനും പങ്കുകൊള്ളിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങൾക്കും അറിയത്തില്ല സിനിമ പിടിച്ചതാണെന്നൊന്നും. അമ്മച്ചിക്ക് ഇപ്പോഴും അതെ, ഞങ്ങളെക്കാളൊക്കെ ഇഷ്ടം മോഹൻലാലിനെ എപ്പോഴും ഇങ്ങനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം. ഉള്ളതിനേക്കാൾ ഒരു ഭയങ്കര സ്നേഹം. എന്നാന്നറിയത്തില്ല, സിനിമ ഇല്ലെങ്കിൽ പരസ്യത്തിനകത്തുണ്ടല്ലോ, ആ പരസ്യം കാണാൻ വേണ്ടി നോക്കിയിരിക്കുക. ഏത് പരസ്യം കഴിയുമ്പോഴാണ് മോഹൻലാലിൻ്റെ പരസ്യം എന്നുള്ളത് കറക്റ്റ് അറിയാം, പക്ഷെ ഞങ്ങൾക്കറിയത്തില്ല. എന്തായാലും ചിത്രം റിലീസ് ചെയ്യുന്നതും കാത്തിരിക്കുകയാണ് 93-കാരിയായ ഏലിക്കുട്ടി അമ്മച്ചിയും മകൾ ആനീസും കൊച്ചുമകൾ കനിഷ്കയും കുടുംബാംഗങ്ങളും നാട്ടുകാരും. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി ഉൾപ്പെട്ട പാറ ഖനനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP. കേരള സ്റ്റേറ്റ് മിൽ സൊസൈറ്റി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാൽ കമിഴ്ത്തി പ്രതിഷേധിച്ചു. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് PR സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. കോഴിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ 106ാമത് വാർഷികവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂട്ടറിൽ കൊണ്ടുനടന്ന മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത്. ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഹോസുകളും കുഴികളും അപകടക്കിടയായി മാറുന്നു. രാജാക്കാട് പന്നിയാർകുട്ടിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയത് കുടിവെള്ള പദ്ധതിയുടെ ഹോസുകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.
ന്യൂസ്.